ഒരു സ്ഥലത്ത് പോയി പെടുന്ന ആദ്യമായിട്ടാണ് കഴിച്ചത്. ഞാൻ ആദ്യമേ പറഞ്ഞാണ് അമ്പലത്തേക്ക് പോരുന്നില്ല, ഞാൻ പോരുന്നില്ല മനസ്സിലായപ്പോ എന്റെ അമ്മ പോയി ചടവെന്താ കേക്കണം നിങ്ങക്ക്? അമ്മ ഞാൻ പോരുന്നില്ല അമ്മ. പറ്റില്ല മടക്കി വെച്ച് അവിടെ എത്തുമ്പോഴേക്ക് നേരം പറ്റൂല. എനിക്ക് മടിയാവുന്നു പോരാൻ. പറ്റും മടിയും വിചാരിക്കണ്ട. പോരാഞ്ഞാ എനിക്ക് നഷ്ടപ്പെട്ടു. അവിടെ കൊറേ കാണാനുണ്ട്, പിന്നെ കൊറേ പെൺകുട്ടികളുണ്ടാവും, അപ്പൊ എനിക്ക് നഷ്ടാവും. നല്ലേ പോണം. എന്തായാലും ഇത്രയും കാര്യമായിട്ട് പറഞ്ഞല്ലേ. അല്ല, ഈ അമ്പലത്തിൽ പോകുമ്പോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് അറിയില്ല കേട്ടോ, ഒന്ന് കമന്റ് ചെയ്യണം. കുറച്ച് ഡ്രസ്സും അതുപോലെ തിന്നാനുള്ള സാധനങ്ങളും എടുത്ത് നമ്മൾ നേരെ പോവാണ്. ഈ ഒരു യാത്രക്ക് വേറെ ഒരു പ്രശ്നമുണ്ട്, ഉറങ്ങാൻ പാടില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ മുക്കുന്ന ഭീഷണി. ഉറങ്ങാതെക്കാൻ വേണ്ടി ഇട്ട പാട്ട് ഏതാ കേൾക്കണം നിങ്ങൾക്ക്? ആരും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊരു 1:30-2 മണിയൊക്കെ ആയപ്പോഴേക്കും ഗുരുവായൂരെത്തി ഒരു ചായ കുടിപ്പിക്കാൻ കയറി. അല്ലെങ്കിലും വയറൊക്കെ എന്തെങ്കിലും കയറ്റുള്ള കേസൊക്കെ ഭയങ്കര സന്തോഷം. ഞാനൊരു വെജിറ്റബിൾ സാൻഡ്വിച്ച് എടുത്ത് ബാക്കിയുള്ളവരൊക്കെ ഓരോന്ന് എടുത്തു. ഒരു സാൻഡ്വിച്ചും ഒരു ഹോർലിക്സും പിടിപ്പിച്ചതിന് ശേഷം നമ്മള് മുണ്ടെടുത്ത് നേരെ അമ്പലത്തിൽ പോകും. ഗുരുവായൂർ അമ്പലത്തിലെത്തി. ഈ ഒരു ടൈമിൽ എത്രമാതിരി ആൾക്കാരൊക്കെ. നിങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ, 4 മണിക്കൂർ കൊണ്ട് വന്ന മാറ്റങ്ങളാണ്. 4 മണിക്കൂർ വരിയിൽ നിൽക്കുന്നത്. രാവിലെ ചായ കുടിക്കാൻ കയറുന്ന കടയിൽ മൊത്തം തരും. ഒരു 5 പൂരി ഇന്നതിന് ശേഷം പിന്നെയും കറങ്ങാം. എനിക്ക് ഭാഗ്യം കൂടുതലാണ് എന്റെ വീട്ടുകാരുടെ വിശ്വാസം. എനിക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഞാൻ എന്നോ രക്ഷപ്പെടേണ്ട ടൈം കഴിഞ്ഞു. ഞാനെപ്പോഴും ചെറുതാന്നുള്ള ഓർമ്മയില് ചെണ്ടക്കൊക്കെ വില വയ്ക്കണം. ഇനി ഭീഷണി നോക്കുന്നില്ല കഴിച്ച്. ഈ ഒരു ഉറക്കുറങ്ങിയില്ലെങ്കിൽ അവിടെ വീണു. കുറച്ചേരം കടന്ന് വയർത്തു. അടുത്ത വീണ്ടും ഒരു സന്തോഷത്തിലോട്ട് ഫുഡ് കഴിക്കാൻ. സദ്യ കഴിക്കാന്ന് വിചാരിച്ച് കയറിയപ്പോ സദ്യക്ക് മീനില്ല കഴിച്ചു. പിന്നെ അങ്ങ് ഒരു ബിരിയാണി പിടിപ്പിച്ച്.